വെൽക്കം ടു ആലത്തൂർ. മണ്ഡലം രൂപീകരിച്ച മുതൽ ചെങ്കൊടി പാറിയ മണ്ഡലം 2019 UDF ചെങ്കോട്ടയിൽ നിന്ന് പാട്ടും പാടി ജയിച്ചു. പാലക്കാട് ജില്ലയിലെ 4-ഉം തൃശൂർ ജില്ലയിലെ 3-ഉം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഇടം. കോൺഗ്രസിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണ CPIM-ന് അഭിമാന പോരാട്ടമാണ്. സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രമ്യ ഹരിദാസ് സിറ്റിംഗ് MP വീണ്ടും ഇറങ്ങുമ്പോൾ മന്ത്രി K രാധാകൃഷ്ണനെ CPIM ഇറക്കുന്നു. മുൻ പ്രിൻസിപ്പൽ TN സരസുവാണ് BJP സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. ആലത്തൂരിലെ വോട്ട് വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷക വോട്ടുകൾ തന്നെയാണ്. കർഷകരുടെ വോട്ടുകൾ നിർണായകം. ഒപ്പം ആദിവാസി വിഭാഗങ്ങളുടെ വോട്ടുകൾ, മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, ക്ഷേമ പെൻഷൻ, വിലക്കയറ്റം, AV ഗോപിനാഥ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട്, ഇതൊക്കെയാണ് ആലത്തൂരിൽ ഇത്തവണ പ്രധാന ഘടകമാവുക. ദീപക് മലയമ്മ ആലത്തൂരുകാരൻ തയ്യാറാണ്. ദീപക്, ആലത്തൂർ ഇക്കുറി ആർക്കൊപ്പമായിരിക്കും? സുജയ, അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അത് പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ രമ്യ ഹരിദാസും ഒപ്പം തന്നെ K രാധാകൃഷ്ണനും നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ടയായിരുന്ന ഒരിടത്ത് കഴിഞ്ഞ തവണ 59 പഞ്ചായത്തുകളിൽ 58 എണ്ണത്തിലും ലീഡ് ഉയർത്താൻ രമ്യ ഹരിദാസിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത്തവണ K രാധാകൃഷ്ണൻ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ മണ്ഡലം എളുപ്പത്തിൽ പിടിക്കാൻ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് LDF-ന്റെ വിലയിരുത്തൽ. ആ അർത്ഥത്തിൽ തന്നെ ഏറ്റവും അടിത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ LDF നടത്തുകയും ചെയ്തിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ച് അത്തരത്തിൽ സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യഘട്ടത്തിൽ. പക്ഷേ പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായ എന്നുള്ള അർത്ഥത്തിൽ അത് രമ്യ ഹരിദാസും ഒരു വലിയ ഫൈറ്റ് K രാധാകൃഷ്ണന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. K രാധാകൃഷ്ണനെ സംബന്ധിച്ച് കഴിഞ്ഞ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7-ഉം LDF-നൊപ്പം നിൽക്കുമ്പോൾ 2 ലക്ഷത്തിലധികം ലീഡ് നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അവിടെയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വോട്ട് അത് ഈ തവണ കിട്ടുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നെ രാധാകൃഷ്ണൻ അവിടെ നിൽക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് അവർക്ക് അത്രമേൽ ഒരു MP എന്നുള്ള നിലയിൽ വലിയ മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആലത്തൂരിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കുന്നംകുളത്ത് AC മൊയ്തീനും PK ബിജു ഉൾപ്പെടെയുള്ള ആളുകളെ ED മുനമ്പിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കരുവന്നൂർ ചർച്ചയാകുന്ന ഒരു മണ്ഡലവും കൂടിയാണ് ആലത്തൂർ. കാർഷിക മേഖലയിലേക്ക് പാലിന്റെ കൊഴുപ്പും ഒപ്പം തന്നെ മദ്യത്തിന്റെ വീര്യവും കള്ളിന്റെ വീര്യവും ഒക്കെ ചർച്ചയാകുന്ന മണ്ഡലവും കൂടിയാണ് ആലത്തൂർ. ആ കണക്കിനൊക്കെ വരുമ്പോൾ ആ വോട്ട് ഏത് നിലയ്ക്ക് വരുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ആരായിരിക്കും അവിടെ വീരമായ ഒരു വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് കണ്ടറിയാൻ നമുക്ക്. സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥികളിൽ രമ്യ ഹരിദാസ് എന്ന സിറ്റിംഗ് MP-യിലേക്ക് ആദ്യം പോകാം. സിറ്റിംഗ് MP പ്രീ പ്രൈമറി അധ്യാപന കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമയാണ് രമ്യ ഹരിദാസ്. സിറ്റിംഗ് MP-യുടെ വിദ്യാഭ്യാസ യോഗ്യത. K രാധാകൃഷ്ണൻ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത BA എക്കണോമിക്സ് ആണ് അദ്ദേഹത്തിന്റെ ബിരുദം. മൂന്നാമത്തേത് TN സരസുവാണ്. TN സരസു മുൻ പ്രിൻസിപ്പലാണ്, നമുക്കറിയാം. അവർക്ക് മറൈൻ ഫിഷറീസിലാണ് PhD ബിരുദമുള്ളത്.